ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ശ്രീജയാണെങ്കിൽ കിച്ചണിൽ ഓരോ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട്. ശ്രീജേട്ടത്തി അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രീജ പറയുന്നുണ്ട്, അമ്മയ്ക്ക് കാലിന് നല്ല സുഖമില്ല, ഒരുപാട് പണിയുണ്ട്, മോള് പോയിട്ട് വാ, ഇന്നെന്താ വിശേഷം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാ, ഞാൻ അച്ഛന് വേണ്ടിയിട്ട് വഴിപാടൊക്കെ കഴിക്കുന്നത് ഇതുവരെ ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല, അതുകൊണ്ട് അമ്പലത്തിലൊന്ന് പോയി അച്ഛൻ്റെ ദീർഘായുസിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രീജ പറയുന്നുണ്ട്, മോളെന്ന് വിക്രമിനെയും കൂട്ടി പോയിട്ട് വാ, ചേച്ചിക്ക് ഇവിടെ ഒരുപാട് പണിയുള്ളത് കൊണ്ടാണെന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടോണ്ട് കമലാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ രാവിലെ രണ്ടുപേരും കൂടി കുശലം പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ അമ്മേ, ഇന്ന് വേദയുടെ അച്ഛൻ്റെ പിറന്നാളാണെന്ന്, അമ്പലത്തിലേക്ക് പോകാൻ എന്നെയും കൂടി വിളിക്കുകയാണ്. ആഹാ മോളെ, ഇവിടെ ഒരുപാട് പണിയുണ്ടല്ലോ, അമ്മയെ ഇല്ലെങ്കിൽ അമ്മ കൂടെ വന്നേനെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. സാരമില്ലമ്മേ, ഞാൻ പൊക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ മോളെന്തായാലും വിക്രമിനെ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറയാണ് കേട്ടോ. ഏയ് വിക്രമൊന്നും വരില്ലമ്മേ, പിന്നെ എങ്കിൽ പിന്നെ നന്ദിനിയെ കൂട്ടി പോകുന്നു ശ്രീജ പറയുന്നുണ്ട്. ഏയ് വേണ്ട നന്ദിനി, ശ്രീജേട്ടത്തി എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ വിക്രം നല്ല ഉറക്കത്തിലാണ്. വിക്രമാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ വേദയും ദർശനം കൂടി ഇങ്ങനെ കൈകോർത്ത് സംസാരിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ കാണുന്നത്. ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ ചാടി എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. ഈശ്വര, ഞാൻ എന്ത് സ്വപ്നമാണ് കണ്ടത്, അവള് ദർശന്റെ കൈ പിടിച്ചു പോകുന്നതോ? വേദ എൻ്റേത് മാത്രമാണ്, എൻ്റെ പെണ്ണാണ് അവള്, ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പെട്ടെന്നിങ്ങനെ ഞെട്ടി എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. വെളുപ്പം കാലത്ത് കണ്ട സ്വപ്നമാണ്, ഇനി ഇതെങ്ങാനും നടക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനിൽ ആകെ വിയർത്തൊലിച്ചിരിക്കുകയാണ് കേട്ടോ വിക്രം. എന്നാൽ നമ്മുടെ വേദ ഈ സമയമാണ് ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, ഗുണ്ട വിക്രം ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ, എന്തു പറ്റി? ഇല്ലെങ്കിൽ ഞാൻ വന്ന് കുറേ തട്ടി വിളിക്കുമ്പോഴേക്കും കടിച്ചു കീറിയാണല്ലോ എഴുന്നേക്കാരെന്ന് ഇങ്ങനെ ചോദിച്ച് കളിയാക്കുകയാണ് കേട്ടോ. എന്താടി നീ രാവിലെ മനുഷ്യനെ കളിയാക്കാനായിട്ട് വന്നതാണോ? അവിടെ ചായ അവിടെ കാണാൻ വെച്ചിട്ട് പോവാൻ നോക്കുന്ന ഇങ്ങനെ പറയാണ് കേട്ടോ. അതെ, ഇത് ചായ ഒന്ന് രാവിലെ കുടിക്ക്, ഞാനങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നാലല്ലോ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്താ നിനക്കെന്താ രാവിലെ ഇനി ഉപദേശം കൊണ്ട് വന്നതാണോ? അല്ല, എന്നെയും കൊണ്ട് ഇന്ന് അന്ന് അമ്പലത്തിൽ പോവുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാന്ന് പറ. പിന്നെ ഞാൻ നിന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനല്ലേ, എനിക്ക് വേറെ ഇഷ്ടം പോലെ പണിയുണ്ടെന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്, അമ്പലത്തിലേക്കോ? ഇവളെന്തിനാ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നത്? ഞാൻ കണ്ട സ്വപ്നവും കാണാൻ ഇനി ഫലിക്കുമോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ വിക്രം ഇങ്ങനെ ഒരു സംശയം പോലെ വേദയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ ഇന്ന് എന്തായാലും എനിക്കൊന്ന് പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പിറന്നാളാണെന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇതേ സമയം വിക്രത്തിന് ഇങ്ങനെ ആകാംക്ഷ കൂടുന്നുണ്ടെങ്കിലും വേദയോട് തുറന്ന് ചോദിക്കാനും പറ്റില്ലല്ലോ. നീയേ ആരുടെയെങ്കിലും പിറന്നാൾ ആഘോഷിക്കോ, അമ്പലത്തിൽ പോവോ, പ്രാർത്ഥിക്കോ ഒക്കെ ചെയ്തോ, എന്നെ വെറുതെ വിട്ടരെന്ന് പറഞ്ഞിട്ട് ചായയായിട്ട് വിക്രം റൂമിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ കിച്ചണിലേക്ക് പോയിട്ട്, അമ്മേ ഞാൻ പോയി കുളിച്ച് റെഡിയായി വരാന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവൾ ആരുടെ പിറന്നാളിനായിരിക്കും അമ്പലത്തിൽ പോകുന്നത്? ഇനി ദർശന്റെ എങ്ങാണോ ആണോ? ഇനി ഞാൻ എങ്ങനെ കൊണ്ടുപോകാം എന്ന്, അമ്പലത്തിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറയാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്വയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് കമലാമ്മ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. മോനെ, വേദമോളെ ഇന്ന് തനിയെ അമ്പലത്തിൽ വിടണ്ട, മോനൊന്ന് കൊണ്ടുപോയി ആക്കിയിട്ട് വാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അമ്മേ എനിക്കിന്ന് വേറെ പണിയുണ്ട്. അല്ല മോനെ, ഒരിത്തിരി നേരമല്ലേ, വേദയ്ക്കിന്ന് ആരുടെയോ പിറന്നാളാണെന്നാ പറഞ്ഞത്, അതെന്തായാലും മുടക്കണ്ട, മോളുടെ ആഗ്രഹമല്ലേ, ഒന്ന് കൊണ്ടുപോയിട്ട് വാടാന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നതിന് തള്ളിക്കളയാനായിട്ട് നമ്മുടെ വിക്രമിന് കഴിയില്ലല്ലോ. ശരിയമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാന്നിങ്ങനെ പറയാണ് കേട്ടോ. നീ അതിന് അമ്പലത്തിൽ കയറാറില്ലല്ലോ, പിന്നെന്താന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ലമ്മേ, ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാന്നിങ്ങനെ പറഞ്ഞ് വിക്രമം കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമാണെങ്കിൽ ഇങ്ങനെ വേദയെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാനേ അമ്പലത്തിലേക്ക് പോകാനായിട്ടാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഞാൻ കൊണ്ടാക്കി തരാം എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ വിക്രം. ഇത് കണ്ടിട്ട് നമ്മുടെ വേദയ്ക്ക് നല്ല ചിരി വരുന്നുണ്ട്.
എന്തായാലും ബൈക്ക് എടുത്തുകൊണ്ട് വിക്രം വരുന്ന സമയത്ത് വേദ ചോദിക്കുന്നുണ്ട്, ആഹാ ഇന്ന് രാവിലെ കുളിച്ചോ? അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുളിക്കാറാണല്ലോ പതിവ്, ഇന്ന് എന്തു പറ്റി നേരത്തെ കുളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. എന്തായാലും നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ, ഒരു ഐശ്വര്യമൊക്കെ തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ കണ്ണാടിയിലൂടെ നോക്കിയിട്ട് ഇങ്ങനെ കൊള്ളാല്ലേ എന്നിങ്ങനെ സ്വയം പറഞ്ഞിട്ട് പെട്ടെന്ന് വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, അതെ കൂടുതൽ കൊഞ്ചാൻ നിൽക്കാതെ കയറുന്നുണ്ട്, കയറടിയെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വേദ ചിരിച്ചുകൊണ്ട് തന്നെ ബൈക്കിൽ കയറുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയമാണെങ്കിൽ ശ്രീകാന്തും വർഷയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ശ്രീകാന്ത് ഇങ്ങനെ വർഷയോട് പറയുന്നുണ്ട്, വേദയെ എങ്ങനെയും വിക്രമനിൽ നിന്ന് അകറ്റണം, ദർശനും വേദയുമാ ഒന്നിക്കേണ്ടത്. അവളുടെ ജീവിതം ആ ഗുണ്ടയുടെ കൂടെ നശിപ്പിക്കാനുള്ളതല്ല. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലായില്ലല്ലോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സമയം വർഷയും പറയുന്നുണ്ട്, വേദ പോയ പിന്നെ എൻ്റെ അനിയൻ്റെ മുഖത്തൊരു സന്തോഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ അനിയൻ്റെ സന്തോഷം ഇനി മുഖത്ത് ആ സന്തോഷം വരണമെങ്കിൽ അവൻ്റെ ജീവിതം നല്ലതാകണമെങ്കിൽ അവരെ ഒരുമിച്ച് ജീവിച്ചാൽ മാത്രമേ നടക്കൂ. അതിന് എന്താ ശ്രീയേട്ടാ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ചെയ്യുന്നിങ്ങനെ വർഷ പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ എങ്ങനെയും നമ്മുടെ ദർശനയും വേദയും ഒരുമിപ്പിക്കണം. ആ ഗുണ്ടയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് അവൾ തന്നെ സ്വയം ഒഴിഞ്ഞു വരണം. ഇനിയിപ്പോൾ നമ്മൾ കാശ് കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് കളിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ ഞാൻ പറഞ്ഞതേ അവൻ്റെ പുറകെ നടക്കുന്ന ഒരു പെണ്ണില്ലേ, അവള് രാധ, അവളെ വെച്ച് തന്നെ നമ്മൾ ഇനി കളിക്കാൻ പോവാണ്, പുതിയ കളികൾ എന്നിങ്ങനെ പറയുമ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുമോ? എന്താ ഇങ്ങനെ പറയാന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. എല്ലാം നടക്കും. എൻ്റെ പെങ്ങള് അവൻ്റെ കൂടെ ജീവിക്കാതെ തിരിച്ചു വരുന്നത് ഞാൻ കാണിച്ചു തരാം. ദർശനെ നീ എന്തായാലും ഇന്ന് അവർ രണ്ടുപേരും കൂടി ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണല്ലോ, അവരെന്തായാലും അമ്പലത്തിലേക്ക് വരും. അപ്പോൾ നീ നമുക്കും അമ്പലത്തിൽ പോകണം. നീ ദർശനയും കൂട്ടിക്കോ. അവരെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാനാണ് നോക്കേണ്ടത്. അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ അവരുടെ ഇടയിലെ അടുപ്പം കൂടാൻ സഹായിക്കും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വർഷയും പറയുന്നുണ്ട്, ശരി ഏട്ടാന്ന് പറഞ്ഞിട്ട് പിന്നീടായിട്ട് കാണിക്കുന്ന നമ്മുടെ വേദയും വിക്രമും കൂടി അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പലത്തിലേക്ക് ഇങ്ങനെ വേദ കയറി പോകുന്ന സമയത്ത് വിക്രമും കയറി പോവാണ് കേട്ടോ. ഇന്ന് എന്തു പറ്റി? സാധാരണ വിക്രമാദിത്യൻ അങ്ങനെ അമ്പലത്തിലേക്ക് കയറാറില്ലല്ലോ, ഇന്നെന്താ പൂജയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. വിക്രം ഒന്നും മിണ്ടാതെ വേദയുടെ കൂടെ തന്നെ പോവാണ്. എന്തായാലും നമ്മുടെ വിക്രമിൻ്റെ ഉദ്ദേശം വേദ ആർക്കാണ് വഴിപാട് കഴിക്കുന്നതെന്ന് അറിയാനാണല്ലോ. അങ്ങനെ മിണ്ടാതെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രം വേദയും കൂടി അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുന്നുണ്ട്. വേദയാണെങ്കിൽ വഴിപാട് കഴിക്കാനായിട്ട് ശങ്കരനാരായണൻ്റെ പേര് പറഞ്ഞിട്ട് നാളും പേരും ഒക്കെ പറഞ്ഞു കൊടുത്ത് പൈസ അടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴാണ് നമ്മുടെ വിക്രമിനൊന്ന് ശ്വാസം നേരെ വീഴുന്നത്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് വേദ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്, അതിന് ഞാനിപ്പോൾ എന്ത് വേണം? ഞാനേ പോയി അവിടെ എങ്ങനെ നിൽക്കാം, നീ പുറത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഇത്രയും നേരം എൻ്റെ പുറകെ നടന്നിട്ട് ഇപ്പോൾ തനിച്ചാക്കി പോവുകയാണെന്നോ? ഒരു പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് പോടിയെന്ന് പറഞ്ഞിട്ട് വിക്രം മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ദർശനയും കൂട്ടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അവർ വരുന്ന വഴിയിൽ നമ്മുടെ രാധയുടെ ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് എന്ന മറ്റൊരു ഓട്ടോറിക്ഷക്കാരനോട് രാധയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രാധയെ കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ശ്രീകാന്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുട്ടിയുടെ പേര് രാധ എന്നല്ലേ? അതെ, നിങ്ങളാരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതെ, കുട്ടിക്ക് എന്നെ അറിയില്ല, ഒരു പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എനിക്ക് കുട്ടിയെ നന്നായിട്ട് അറിയാം, ഞാനേ വേദയുടെ ചേട്ടനാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രാധയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനിപ്പോൾ ഞാനെന്ത് വേണം? അതെ, കുട്ടി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വിക്രമിൻ്റെ കൂടെ ജീവിക്കണമെന്നല്ലേ കുട്ടിയുടെ ആഗ്രഹം. എന്നാൽ ഞങ്ങളുടെ വേദമോള് അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് ആ കാറിലിരിക്കുന്നത്. അവരൊന്നിച്ച് ജീവിക്കണമെന്നുമാണ് ഞങ്ങളുടെയും ആഗ്രഹം. അതുകൊണ്ട് കുട്ടി വിചാരിച്ചാൽ അവരെ തമ്മിൽ പിരിക്കാൻ കഴിയില്ലേ? കുട്ടിയുടെ വിക്രമിനെ തട്ടിയെടുത്ത വേദയെ അവരെ തമ്മിൽ പരസ്പരം അകറ്റണം. അതിന് എന്ത് വേണമെങ്കിലും ഞങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ രാധ പറയുന്നുണ്ട്, അതെ എൻ്റെ വിക്രമിനെ
എന്നോട് നല്ല സ്നേഹമുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമില്ല. വിക്രം എൻ്റേത് മാത്രമാണ്, ഞാനൊരിക്കലും അവക്ക് വിട്ടുകൊടുക്കുകയില്ല. പിന്നെ നിങ്ങളുടെ പെങ്ങളല്ലേ വിക്രം മതിയെന്നും പറഞ്ഞിട്ട് വലിഞ്ഞു കയറി വന്ന് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതെന്നിങ്ങനെ പറയാണ് കേട്ടോ. വിക്രം എൻ്റേത് മാത്രമാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തിന് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട്. ഇത് തന്നെയാണ്, ഇവള് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ആളെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ ശ്രീകാന്തിൽ നിന്ന് എരിവ് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അത് തന്നെയാണ് കുട്ടി, വിക്രം നിൻ്റേത് മാത്രമാണ്. അപ്പോൾ അവരെ തമ്മിൽ അകറ്റാനല്ലേ ശ്രമിക്കേണ്ടത്? അതിന് കുട്ടി അമ്പലത്തിലേക്ക് ചെല്ല്, അവരിപ്പോൾ അവിടെ കാണും. അവരെ തമ്മിൽ നിങ്ങൾ വിക്രമുമായിട്ട് കുട്ടി അടുക്കാൻ നോക്ക്. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്ന് കാണുമ്പോൾ വേദ തനിയെ ഇട്ടിട്ട് പൊക്കോളും എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ രാധ ഇങ്ങനെ ഒരു നിമിഷം ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് വന്ന് കാറിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ, ആരാ അത്? അതെ, അതാണ് നമ്മുടെ വിക്രമിൻ്റെ കാമുകിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അവക്ക് വിക്രമിനോട് ഭയങ്കര ഭ്രാന്ത് പിടിച്ചിങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവനെങ്ങനെയാണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തും വർഷയും ദർശനും കൂടി അമ്പലത്തിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ പുറത്ത് വേദയെ കാത്തു നിൽപ്പുണ്ടല്ലോ. വിക്രമിനെ കാണുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ മുഖമൊക്കെ അങ്ങ് ആകെ ചുമക്കുന്നുണ്ട് കേട്ടോ. വിക്രം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം രാധയാണെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി വരികയാണ്. രാധയ്ക്കാണെങ്കിൽ ശ്രീകാന്തിൻ്റെ വർഷയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. വേദയ്ക്ക്. അങ്ങനെ വേദ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ ഒരു ചെറിയ അസൂയോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ ദർശനം നിൽപ്പുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വേദ അവിടേക്ക് ചെന്നിട്ട്, ഏട്ടാ അച്ഛൻ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അച്ഛൻ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി. എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ അന്വേഷണം പറയണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദർശനോടും വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ അവിടെ നിന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. വിക്രം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വന്നതാണല്ലേ അപ്പോൾ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തിനാ വിക്രം ആവശ്യമില്ലാത്ത പറയുന്നത്? ഞങ്ങൾ ഇന്ന് ഇവിടെ യാദൃശ്ചികമായിട്ട് കണ്ടതാ, അത് ഈശ്വരൻ കൊണ്ട് കാണിച്ചതാണ് ഞങ്ങളെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ, ഈശ്വരൻ തന്നെ കൊണ്ട് കാണിച്ചതാ. ഒരുപക്ഷെ നീയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ഇവിടെ പ്ലാൻ ചെയ്യുന്നവർ പലരും കാണും എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ അമ്പലനടയാണെന്നൊന്നും നോക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യത്തിൽ അവിടെ നിന്നങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയമാണെങ്കിൽ നമ്മുടെ രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാധ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, എന്താടി നീ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി വിക്രമിനെയും കൂട്ടി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണോ? കൊള്ളാവല്ലോ വിക്രം, നീ ഇവളെ വിശ്വസിച്ച് നടക്കുകയാണോ? ഇവളെ നിന്നെ നശിപ്പിക്കാനായിട്ട് മാത്രം വന്ന് കൂടിയവളാ. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ, നീ എൻ്റേത് മാത്രമാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ വേദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മാറടി അങ്ങോട്ട്, ഇതേ എൻ്റെ ഭർത്താവാ, ഞാനേ അഭിനയിക്കുകയാണോ എന്നൊക്കെ എൻ്റെ ഭർത്താവിന് നന്നായിട്ട് അറിയാം. ഞാനേ എൻ്റെ താലിയുടെ ബലത്തിൽ തന്നെയാണ് ആ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത്. നീ അനാവശ്യം പറയല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തിന് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവള് കലക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വേദയുടെ അടുത്ത് എന്നിട്ട് രാധ പറയുന്നുണ്ട്, നിന്നെ ഒരിക്കലും എൻ്റെ വിക്രമിനെ ഞാൻ നിനക്ക് വിട്ട് തരില്ല. ഞാൻ ഈ അമ്പല നടയിൽ വെച്ചാണ് പറയുന്നത്. എൻ്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് വിക്രം മാത്രമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം രാധയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു നിന്നു, ഇതും ഒരു അമ്പലത്തിൽ വെച്ചല്ലേന്ന് ഓർത്തിട്ട്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നെ ഒരിക്കലും എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്കുന്ന ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കിനും രാധയുടെ മുഖമൊക്കെ ഇങ്ങനെ ചുമക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ വന്നതിന് ശേഷമാണടി വിക്രമിനെ ഇത്രയും അകറ്റാൻ ശ്രമിക്കുന്നത്. നീ വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നൊഴിഞ്ഞു പോകുന്നോ അന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം തിരികെ കിട്ടുകയുള്ളൂ. ഈ അമ്പലനടയിൽ വെച്ച് രാധ പറയുന്നത്, നീ എന്നിവളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നോ അന്ന് വിക്രമിൻ്റെ ജീവിതത്തിലും സന്തോഷം ഉണ്ടാവും. എന്തായാലും നീ ഒന്ന് ഓർത്തു വെച്ചോ, വിക്രം എൻ്റേത് മാത്രമാണ്, അത് ഞാൻ ആർക്കും വിട്ടുതരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
ഇത് കേട്ടിട്ട് വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ മിണ്ടാതെ നിൽക്കുന്നുണ്ട്, വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം ചെന്നിട്ട് നീ അതിര് കിടക്കുന്ന രാധ, എൻ്റെ മനസ്സിൽ അഥവാ ഒരു പെണ്ണുണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ മനസ്സിൽ ഇവളോട് എന്ന് ആഗ്രഹവും സ്നേഹവും തോന്നുന്നോ അന്ന് ഇവക്കും അതേ ഇഷ്ടമുണ്ടെങ്കിൽ ഇവള് മാത്രമായിരിക്കും എൻ്റെ പെണ്ണ്, ഇവള് എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിച്ചുകൊണ്ട് മുമ്പോട്ടങ്ങ് പോവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദർശനാണെങ്കിൽ നമ്മുടെ വേദയെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ വിക്രമിനെ നോക്കി ഇങ്ങനെ കലിയടക്കാനാകാതെ നിൽക്കുന്ന രാധയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.